ഇവിടെ ഇപ്പോൾ ഒരു സാക്ഷി നമ്മൾ കേട്ടു. ഞാൻ ഒറ്റയ്ക്ക് കൈയടിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വാടിപ്പെട്ടിയിൽ 2011 മാതാവിനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ ഞാൻ ഫെയിൻ്റായി പോയെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കകത്ത് കയറാൻ കഴിഞ്ഞില്ല. എന്നോട് അമ്മ അന്ന് മനസ്സിൽ തോന്നിച്ച ആദി, നിൻ്റെ മുമ്പിൽ ഇതിനേക്കാൾ വ്യക്തമായിട്ടാണ്, വാടിപ്പെട്ടിയേക്കാൾ വ്യക്തമായിട്ടാണ് ഞാൻ പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ട് നീ ഈ 2004 തൊട്ട് 11 വരെ ഈ വിഷയത്തൊന്നും ചെയ്തില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് പേടിയായിട്ടാണ് ഇങ്ങനെ മാതാവ് പ്രത്യക്ഷപ്പെട്ടെന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാരെ പറ്റിച്ച് ജനകരുത് നാളെ കൂട്ടാൻ വേണ്ടിയാണെന്ന് സഭ വിചാരിക്കും. ഒരു സഭയിൽ സസ്പെൻഷനൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ പറയാതിരുന്നതാണെന്ന് അമ്മയോട് പറഞ്ഞു. ശ്രദ്ധി പറഞ്ഞില്ല, മനസ്സിൽ പറഞ്ഞു. പക്ഷേ എന്നാലും എനിക്ക് അകത്ത് കയറാൻ കഴിഞ്ഞില്ല. അടുത്ത് കയറാൻ കഴിയാതെ ഞാൻ തിരിച്ചു പോരേണ്ടി വന്നെനിക്ക്. വിജയകുമാറിന് ഞാൻ 1000 രൂപ കൊടുത്തിട്ട് എനിക്ക് വേണ്ടി നിറച്ചിടാൻ പറഞ്ഞു. അതിന് വിജയകുമാർ സാക്ഷിയാണ്. ഞാൻ തിരിച്ചു പോരുമ്പോൾ വണ്ടിയിൽ കയറുമ്പോൾ അമ്മ എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നു. ആദ്യത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി കൃപാസനത്തിൽ ഞങ്ങളുടെ കൃപ നിറവേറാൻ ഇടയാക്കണമെന്നാണ് ആ പ്രത്യക്ഷ പ്രാർത്ഥന ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ജോമോൾ സിസ്റ്റബിളുണ്ട്. അവർ ജസ്റ്റ് വന്നൊരു കാലമായിരുന്നു. അപ്പോൾ ഇവരുടെ ഒരു സാധാരണ അധ്യാപന വിഷയങ്ങളൊക്കെ എഴുതുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഇവരായിരുന്നു ഇവരുടെ സെക്രട്ടറി, ലൈബ്രറിയുടെ സെക്രട്ടറി, കൾച്ചറൽ സെക്രട്ടറിയൊക്കെ. അപ്പോൾ ഞാൻ ജോമോൾ സിസ്റ്ററോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം നടന്നു വാടിപ്പെട്ടിയിൽ. അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു, മെസ്സേജ് എടുത്തില്ലേ ബൈബിള്? ഞാൻ പറഞ്ഞു മെസ്സേജ് എടുത്തു. അപ്പോൾ എന്ത് മെസ്സേജ് കിട്ടി? അപ്പോൾ ഞാൻ പറഞ്ഞു, വിളക്ക് കൊളുത്തി ആരും പറയുടെ അടിയിൽ വെക്കാറില്ല, അത് ദീപപീഠത്തിലാണ് വെക്കണമെന്ന് അമ്മ പറഞ്ഞെന്ന് പറഞ്ഞു. ഇപ്പോൾ വീണ്ടും അമ്മ അത് തന്നെയാണ് ഇവരുടെ സന്ദേശം തന്നത്. ഇത് ദീപപീഠത്തിൽ വെക്കാനുള്ളതാണ്. എല്ലാ മനുഷ്യരും അറിയണം, ദൈവത്തിൻ്റെ തിരുമനസ് നിറവേറണം. ഉടമ്പടി എടുക്കുന്നവരെല്ലാം തങ്ങളുടെ വിശ്വാസം ദീപപീഠത്തിൽ വെക്കണം. അല്ലാതെ താഴെ വെക്കുകയോ മൂടി വെക്കുകയോ ചെയ്യരുത്. വിശ്വാസം ഏറ്റുപറയാനും പ്രത്യക്ഷീകരണം ഏറ്റുപറയാനും അതിലൂടെ ദൈവത്തിൻ്റെ പദ്ധതി ലോകത്തിന് കൈമാറാൻ വേണ്ടിയുള്ള ദൈവിക സ്വർഗീയ നടപടിയായിട്ടാണ് അമ്മ നമുക്ക് ഉടമ്പടി തന്നത്. ഉടമ്പടി എടുക്കുന്ന ആൾക്കാർ നിങ്ങളുടെ സ്വകാര്യമായ ജീവിത പ്രശ്നങ്ങളിലേക്ക് കുടുക്കി പോരുത്. അത് ഓട്ടോമാറ്റിക്കായി നടക്കും. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് വിശ്വാസം ദീപപീഠത്തിൽ വെച്ചുകൊണ്ട് 10 മനുഷ്യരുടെ മുമ്പിൽ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ അക്രൈസ്തവ സഹോദരങ്ങൾക്ക് സാക്ഷ്യപ്പെടുമ്പോൾ അവർ പ്രത്യേകം പറയും, അമ്മ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയെന്ന്. അപ്പോൾ അവർക്ക് ബോധമുണ്ട് അതിനെക്കുറിച്ച് എന്താണ് നടക്കുന്നത്. കൃപാസനത്തിലെ ഇതൊരു ധ്യാന കേന്ദ്രമൊന്നുമല്ല, മറിച്ച് ദൈവിക പ്രത്യക്ഷപ്പെടലിന് സ്വർഗീയമായ ഒരു ലക്ഷ്യമുണ്ട്. അത് ലോകം മുഴുവൻ അറിയേണ്ടതാണ്. അങ്ങനെ അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ദൈവമായിട്ട് ഉടമ്പടി ചെയ്യണമെന്നുള്ള ബോധ്യം വീണ്ടും അമ്മ അരക്കെട്ട് ഉറപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി കൈയടിച്ചുകൊണ്ട് ഈ സാക്ഷ്യത്തിൽ നന്ദി പറയാം. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതവും. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്. അമ്മ പറഞ്ഞ പോലെ മൂക്കിന് ജനയത്തിന് അസുഖം മാറ്റി തന്ന കൃപാസന മാതാവിൻ്റെ തൃത്യ ദൈവത്തിന് ഓടാനും കൂടി നന്ദി പറയുന്നു. കഴിഞ്ഞ മാസം 9-ാം തീയതി ഞങ്ങൾ ഇവിടെ ഒന്ന് പോകാനിരിക്കുമ്പം ഈ മാതാവിൻ്റെ മോഭാവമുള്ള ഒരു ചേച്ചി ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് എൻ്റെ അമ്മയോട് ചോദിച്ചു, കീച്ചൻ വാങ്ങിച്ചോന്ന്. അപ്പം എൻ്റെ അമ്മ പറഞ്ഞു ഇല്ലയെന്ന്. അപ്പം എൻ്റെ കർത്താവിൻ്റെ അമ്മ പറഞ്ഞു, എനിക്ക് നിങ്ങൾക്കൊരു കീച്ചൻ മേടിച്ച് തരാൻ തോന്നുന്നുണ്ടെന്ന്. അപ്പം എൻ്റെ അമ്മ പറഞ്ഞു, അയ്യോ വേണ്ട, എന്തിനും പാവങ്ങൾക്ക് കൊടുത്താൽ ഞങ്ങളുടെ കൈ പൈസ ഉണ്ട്, വേണമെങ്കിൽ ഇപ്പോൾ വാങ്ങിച്ചോളാന്ന് പറഞ്ഞു. അപ്പം എൻ്റെ കർത്താവിൻ്റെ അമ്മ പറഞ്ഞു, ഞാനിങ്ങനെ കൊണ്ടു തന്നിട്ട് നിങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ എനിക്ക് വിഷമമാവുമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞങ്ങളൊന്നും പറഞ്ഞില്ല. പെട്ടെന്ന് എൻ്റെ അമ്മയുടെ മുമ്പിൽ എൻ്റെ കർത്താവിൻ്റെ അമ്മ കയറി നിന്നിട്ട് കുഞ്ഞ് എന്നോട് ചോദിച്ചു, മോന് വേണമെന്ന്. അപ്പോൾ എനിക്ക് വേണ്ട ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കർത്താവിൻ്റെ അമ്മ പറഞ്ഞു, അങ്ങനെ പറയല്ലേടാ കണ്ടാന്ന് പറഞ്ഞു എൻ്റെ വലുത് കവിളി പിടിച്ചു. എന്നിട്ട് എൻ്റെ കർത്താവിൻ്റെ അമ്മ 2 കീച്ചൻ കാണിച്ചിട്ട് ചോദിച്ചു, മോന് ഇതിൽ ഏതാ ഇഷ്ടമെന്ന് ചോദിച്ചു. അപ്പം ഞാനൊന്നും പറഞ്ഞില്ല. അപ്പോൾ എൻ്റെ കർത്താവിൻ്റെ അമ്മ, എനിക്ക് മോന് ഇതാ തരാൻ തോന്നുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ വലുത് പോക്കറ്റിൽ ഈ കീച്ചൻ ഇട്ടിട്ട് ഇത് നീങ്ങി നിന്നിട്ട് പറഞ്ഞു, മോനെ ഞാൻ ക്യൂവിലുണ്ടായിരുന്നു, മോന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, മോൻ്റെ എല്ലാ അസുഖം മാറിക്കോളും. എന്നിട്ട്